ഇടുക്കിയിലെ പട്ടയ നടപടികൾ നിർത്തിവെച്ച കോടതി ഉത്തരവിന് പിന്നിൽ UDF നടത്തുന്ന കുതന്ത്രങ്ങളാണെന്നും കോൺഗ്രസ് നേതാക്കൾ കപട പരിസ്ഥിതിവാദികളെ കൂട്ടുപിടിച്ച് ഇടുക്കിയിലെ ജനങ്ങളെ ദ്രോഹിക്കുകയാണ് എന്നും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം NP സുനിൽകുമാർ കോടതി ഉത്തരവ് മറികടക്കുന്നതിനായി ഉപരികോടതിയെ സമീപിക്കുമെന്നും 3000-ഓളം പട്ടയങ്ങൾ ഉടൻ തന്നെ ജനങ്ങൾക്ക് നൽകുമെന്നും അദ്ദേഹം ഉടുമ്പൻചോലയിൽ പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല ദേവികുളം താഴെ അടക്കം വരുന്ന മേഖലകളിൽ താമസിക്കുന്ന ജനങ്ങളും കേരളത്തിലെ ജനങ്ങളാണ്. കേരളത്തിലെ ജനങ്ങൾക്കുള്ള എല്ലാ അവകാശങ്ങളും ഇടുക്കി ജില്ലയിൽ താമസിക്കുന്ന സാധാരണ ജനങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പട്ടയം എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. ആ പട്ടയം കൊടുക്കുക തന്നെ വേണം. ഈ ഗവൺമെന്റ് കോടതി വിധിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഉപരികോടതിയിൽ പോയി ഇന്നലെ ഈ കാര്യങ്ങളെ കുറിച്ച് പരിശോധിച്ച് പുനഃപരിശോധന ഹർജി കൊടുത്ത് വീണ്ടും പട്ടയം കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. 3000-ഓളം പട്ടയങ്ങൾ ഇപ്പോ കൊടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർത്തിവെക്കുന്നതിന് വേണ്ടി UDF നടത്തുന്ന തന്ത്രങ്ങളുടെ ഭാഗമാണ്. UDF നേരിട്ടല്ല കേസ് കൊടുക്കുന്നതെങ്കിലും അവരെ കപട പരിസ്ഥിതിവാദികളെയും മറ്റുള്ളവരെയും വെച്ചുകൊണ്ട് കൊടുക്കുന്ന അത് തടസ്സപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന പരിശ്രമത്തിന്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് UDFന്റെ നയം എന്ന് പറയുന്നത് സാധാരണ കർഷകരെ സഹായിക്കുന്ന നയമല്ല. കാർബൺ ഫണ്ടെല്ലാം കൈപ്പറ്റിക്കൊണ്ട് ഈ ഇടുക്കി ജില്ലയെ കുടിയിറക്കണം എന്നുള്ള വാദമുന്നയിക്കുന്ന ആളുകളാണ് ഇടുക്കി MP-യും അതേപോലെ UDFന്റെ നേതാക്കന്മാരും. അവരുടെ തന്ത്രങ്ങളാണ് ഇപ്പൊ ഹൈക്കോടതിയിൽ താൽക്കാലികമായി വിജയിച്ചിട്ടുള്ളത്. അന്തിമമായിട്ടുള്ള വിജയം തീർച്ചയായും കൃഷിക്കാരോടൊപ്പം ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.